السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على من كان نبيا وآدم بين الماء والطين وآل كل والصحابة أجمعين أما بعد. وقال رسول الله صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يهودانه وينصرانه വയുനജ്ജിസാനി. ഏറ്റവും സർവാദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തനൂർ തങ്ങൾ പാപ്പ, അതുപോലെ റൈഹാൻ കിഡ്സ് ഗാർഡൻ ദ ഖുർആൻ പ്രീ സ്കൂൾ ലോഞ്ചിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എന്റെ കൂട്ടുകാർ, എന്റെ ശബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവന്റെ പൊരുത്തത്തിലായി തീർക്കുമാറാകട്ടെ. ആമീൻ. കല്ലുപാലം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കാനിരിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളിന്റെ ലോഞ്ചിങ് സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിഷ്കളങ്കമായ, കളങ്കം ഒട്ടും മേശാത്ത ആ ഹൃദയത്തിലേക്ക് നന്മയെയും തിന്മയെയും എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. ആ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. ഈ അവസരത്തിൽ ചെറിയ മനസ്സിലേക്ക് അലിഫിനെയും അല്ലാഹുവിനെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിചയപ്പെടുത്താനുള്ള വലിയ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാം നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു ഖുർആനിക് പ്രീ സ്കൂൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ സാഹചര്യം, കൊറോണ എന്ന് പറയുന്ന മഹാമാരി ലോകത്ത് മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാമൂഹികമായ കൃത്യമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെ കൊറോണയോടൊപ്പം സഞ്ചരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പിടിക്കേണ്ട, നാം ചെന്നെത്തേണ്ട ലക്ഷ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ സദസ്സിന് ആരംഭത്തിന് നാം തുടക്കം കുറിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ ശബ്ദം നീട്ടിക്കൊണ്ട് സദസ്സിനെ, നിങ്ങളുടെ ശ്രോതാക്കളെ മടുപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മുത്തനൂർ തങ്ങൾ പാപ്പ ഇതിന്റെ മഹത്തായ ലോഞ്ചിങ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇവിടെ ഈ വലിയ സംരംഭത്തിന് മഹത്തായ തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയെ വളരെ ആദരപൂർവം ഈ ഉദ്യമത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله سبحانه وتعالى
നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്ന് നാം ഈ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലാഹു തആല തീർത്തും ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ദീൻ നമ്മുടെ ചെറിയ മക്കൾക്ക് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ധാർമ്മികമായ ബോധവും അതുപോലെ ഭൗതികപരമായ കാര്യങ്ങളുമൊക്കെ രണ്ടും ഒന്നിച്ച് കുരുന്നുകളാകുമ്പോൾ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സഹറത്തുൽ ഖുർആൻ എന്ന ഓമന പേരിൽ നാം വിളിച്ചു പോരുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഒരു ചെറിയ കുഞ്ഞ് 3-3.5 വയസ്സാകുമ്പോൾ ഇല്ലെങ്കിൽ 4 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്ന വാക്കുകൾ അത് അവിടെ പതിഞ്ഞിരിക്കും. അതുകൊണ്ടാണല്ലോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികളുടെ 2 കാതിലും ബാങ്കും ഇഖാമത്തും കൊടുക്കണമെന്ന് പഠിപ്പിച്ചത്. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹില്ലെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകരാണ് എന്നും തുടങ്ങിയ വിഷയങ്ങൾ ഒതുങ്ങുന്ന ബാങ്കും ഇഖാമത്തും ഒരു ചെറിയ കുട്ടിയുടെ കാതിൽ ആദ്യമായി കേൾക്കുന്നത് അതാവട്ടെ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രസവം ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിലും ഒരു നല്ല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നല്ല ആളുടെ അടുത്ത് വെച്ചുകൊണ്ട് പ്രസവം നടക്കണമെന്നും നമ്മൾ ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഈ കാലത്തെ സാഹചര്യം മനസ്സിലാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ പോയാലും പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടിയെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ അടുക്കൽ തന്നു. ആ ഗ്ലാസിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു, സംസം വെള്ളം തൊട്ടുകൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതിൽ ഇതാണ് ഇതിന്റെ മാനദണ്ഡം. അവിടുന്ന് കഴിഞ്ഞു പോന്ന കുട്ടി ആ കുട്ടിയെ ഉപ്പ ആരാണെന്നും ഉമ്മ ആരാണെന്നും അയൽവാസി ആണെന്നും അവൻ ജീവിക്കുന്ന രാജ്യം ഏതാണെന്നും ആ രാജ്യത്തിനോടുള്ള കടപ്പാട് എന്തൊക്കെയാണെന്നും ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു അയൽവാസി, ആ അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ ചെറിയ കുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉപ്പ ആരാണെന്നും ഉമ്മ ആരാണെന്നും ആ കുട്ടിയോട് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വീട്ടിൽ നിന്ന് ആ കുഞ്ഞ് ഇറങ്ങുമ്പോൾ ഉമ്മയോട് സലാം പറയുന്നു. ഉമ്മ സലാം മടക്കുന്നു, ഉമ്മയോട് പറയുന്നു, ഉമ്മ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് ഉമ്മയോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം. ഉപ്പയോട് അസ്സലാമു അലൈക്കും ഉപ്പ, ഞാൻ മദ്രസയിൽ പോവട്ടെ, ഇല്ലെങ്കിൽ സ്കൂളിൽ പോവട്ടെ, ഇല്ലെങ്കിൽ ഞാൻ സഹറക്ക് വേണ്ടി പോവട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നമ്മൾ ഉപ്പയും ഉമ്മയും ഒന്നിച്ചിരിക്കുമ്പോഴും സലാം ഉപ്പയോട് വേറെയും ഉമ്മയോട് വേറെയും പറയും. അങ്ങനെയാണ് മക്കൾ ചെയ്യാറുള്ളത്. ഒന്നിച്ച് പറഞ്ഞാൽ മതി. ഉപ്പയും ഉമ്മയും ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സലാം പറഞ്ഞാൽ മതി. പറയുന്നവൻ കേൾക്കുന്നവരെല്ലാവരും സലാം അടക്കണം. എങ്കിലും ഈ ചെറിയ കുഞ്ഞു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഉപ്പയോടും ഉമ്മയോടും സലാം പറയണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ആ കുരുന്നുകൾ അവരുടെ ആ ഒരു നല്ല ഒരു കിബറോ ഒരു ഹസദോ ഒന്നുമില്ലാത്ത ആ സുന്ദരമായ ആ ഒരു മനസ്സിലേക്ക് കയറ്റി വെച്ചത് അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഉപ്പ ഞാൻ പോകട്ടെ അസ്സലാമു അലൈക്കും, ഉമ്മ ഞാൻ പോകട്ടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നമ്മളാരും അത് തിരുത്താൻ പോകാറില്ല. ഒരു സലാം പറഞ്ഞാൽ മതി എന്ന് തിരുത്താൻ പോകാറില്ല.
ഉമ്മ സലാം മടക്കിയില്ലെങ്കിൽ വീണ്ടും വിളിക്കും ഉമ്മാനെ, ഉമ്മ അസ്സലാമു അലൈക്കും, ഉപ്പ അസ്സലാമു അലൈക്കും. അത് വളരെ സന്തോഷകരമാണ്. ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ഉള്ള ശീലം വലുപ്പത്തിൽ ഉണ്ടാവും. ചെറുപ്പത്തിൽ പഠിച്ചാൽ അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയായിരിക്കും, വലുപ്പത്തിൽ പഠിച്ചാൽ അത് വെള്ളത്തിൽ എഴുതിയ പോലെയായിരിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾക്ക് വളരെ സന്തോഷകരമായ രൂപത്തിൽ അയൽവാസിയോടും നാടിനോടും പ്രസ്ഥാനത്തിനോടും കുടുംബത്തിനോടുമുള്ള ആദരവും ബഹുമാനവും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സഹ്റത്തുൽ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ചെറിയ കുഞ്ഞുമക്കൾ പലപ്പോഴും പല വീട്ടുകളിലും ചെല്ലുമ്പോൾ വളരെ സന്തോഷകരമായി ആ വീട്ടിൽ നമ്മോട് പറയാറുണ്ട്, ഉസ്താദെ എന്റെ കുട്ടി സഹ്റത്തുൽ ഖുർആൻ പഠിക്കുകയാണ്, അവനിപ്പോ ഫാത്തിഹ കിട്ടും, ബസ്സിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലും, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലും, വീട്ടിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലും. ഇത് വലിയ അതൃപ്പത്തോടുകൂടെ നമ്മൾ സന്തോഷത്തോടു കൂടെ പറയാൻ. എന്നിട്ട് പറയും, നഫീസത്ത് മാല ഉസ്താദിനൊന്ന് ചൊല്ലിക്കൊടുത്താട്ടെ, തങ്ങൾ പാപ്പാക്കൊന്ന് ചൊല്ലിക്കൊടുത്താട്ടെ. അത് വളരെ സന്തോഷത്തോടുകൂടെ ആ ഉപ്പയും ഉമ്മയും പറയുമ്പോൾ ആ കുട്ടി ചൊല്ലുകയും ചെയ്യുന്നു. എത്ര കൗതുകത്തോടുകൂടെയാണ് അത് നോക്കി നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ചെറിയ മക്കൾ പഠിച്ചെടുത്ത് ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് വളർന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് തങ്ങളാരാണെന്നും ഉസ്താദാരാണെന്നും ഗുരുനാഥന്മാരാരാണെന്നുമുള്ള അദബും ചിട്ടയും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അവന്റെ ഗുരുനാഥന്മാരും അവന്റെ മാതാപിതാക്കളുമാണ്. ഈ മാതാപിതാക്കളും അവന്റെ ഗുരുനാഥന്മാരോടും അനുസരണം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ സഹ്റയിൽ അടക്കമുള്ള മറ്റു എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് അദബുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അദബുൻ. അദബുൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് വേർഡ്സുകളുണ്ട്, ധാരാളം വേർഡുകളുണ്ട്. ആ വേർഡുകളിൽ നിന്നും അദബുൻ എന്ന് പറയുന്ന അബുൻ എന്ന് പറയുമ്പോ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും, ബാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. വെറും അബുൻ എന്ന് വായിച്ചു പോവാറല്ല. ഉമ്മുൻ, ഉമ്മയെ പറ്റി പറയുമ്പോൾ ഉമ്മയെ പറ്റി പറഞ്ഞു കൊടുക്കും. ഉസ്താദ്, ഉസ്താദിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പൊ വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, ഉസ്താദ് ആരാണെന്ന് കുട്ടി നല്ല വിശദീകരിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ് സന്തോഷത്തെ. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഉസ്താദേ എന്ന് പറഞ്ഞ് വിളിച്ചു വരും. ഉമ്മയോട് വരുമ്പോ ഉമ്മ വാഹനത്തിൽ ഇറങ്ങി വരുമ്പോ ഉമ്മാ അസ്സലാമു അലൈക്കും, ഇതൊരു സന്തോഷകരമാണ്. ഇങ്ങനെ നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് വരുന്നു. അപ്പോൾ അത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അദബുൻ, മര്യാദ. ഈ അദബുൻ എന്ന് പറയുന്ന പദത്തിൽ രണ്ട് വേർഡും കൂടി അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അദബുൻ എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ അക്ഷരം ബാഉം നടുവിലക്ഷരം ദാലും ആദ്യത്തെ അക്ഷരവും എടുത്താൽ ബദ എന്ന് കിട്ടും. നടുവിലെ അക്ഷരവും ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എടുത്താൽ ദഅബ് എന്ന് കിട്ടും. അപ്പോൾ അദബുൻ, അദബ്, ബദഅ്, ദഅബ്. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ, ബദഅ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വേണം, ദഅബ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വേണം. അപ്പൊ അദബ് ബദഇൽ തുടങ്ങി ദഅബിൽ അവസാനിക്കണം. അപ്പോൾ ഈ അദബുൻ എന്ന് പറയുന്ന വാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം കുട്ടിക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ അദബിൽ ഈ രണ്ട് വേർഡുകളും ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനാണ് സഹ്റത്തുൽ ഖുർആൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സ്ഥാപനങ്ങൾ കൂടി വരണം. സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കൂടി വരുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളാവും. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് 140ഓളം വരുന്ന മദ്രസകൾ സാധുവായ എന്റെ നാവ് അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ. 140 മദ്രസകളിൽ 77 മദ്രസകൾ AC സംവിധാനത്തോടു കൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോ ചില ആളുകൾക്കൊക്കെ അന്ന് പുച്ഛം തോന്നിയിരുന്നു. തങ്ങൾക്ക് സുഖമില്ലേ, AC മദ്രസയിൽ എന്താ മദ്രസയാണ് മോശമായി കാണ്ട്? മദ്രസയാണ് എല്ലാം മദ്രസയാണ്. മദ്രസയിൽ നിന്ന് അലിഫ് പഠിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് ആ അലിഫ് കൊണ്ടാണ് 100 വയസ്സായാലും അള്ളാഹു എന്ന് പറയുന്നത്. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച ഈ സഹ്റത്തുൽ ഖുർആനിൽ നിന്ന് ബാ പഠിപ്പിച്ച ആ ബാ കൊണ്ടാണ് ബിസ്മി എന്ന് പഠിക്കുന്നത്. അപ്പോൾ മദ്രസയാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒന്നിരായ ഖമറുൽ ഉലമ അള്ളാഹു ഇവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇപ്പോൾ 83 വയസ്സ് പ്രായമായി. ഇപ്പോഴും വന്യരായ ഉസ്താദ് അവർകൾ ഓൺലൈനിലൂടെ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി 8:30 മണിക്ക് എല്ലാ ദിവസവും ഹിക്കം ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ ഉസ്താദ് എടുക്കുന്നത് മദ്രസയിൽ പഠിച്ച അലിഫ് ഉപയോഗിച്ചുകൊണ്ടാണ്, മദ്രസയിൽ നിന്ന് പഠിച്ച ബാ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹറത്തുൽ ഖുർആൻ അൽഹംദുലില്ലാ വളരെ മനോഹരമായ പേരിൽ നാം അൽഹംദുലില്ലാ ഒരു ഓമന പേര് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഓൺലൈനിൽ ധാരാളം ആളുകൾ, നിങ്ങളുടെ നാടുകളിൽ മുഴുവനും ഈ സംവിധാനമുണ്ട്. അവിടെ എല്ലാം അൽഹംദുലില്ലാ നമ്മളെ മക്കൾ വളർന്നു വരണം. കുറെ പണം ഉണ്ടായത് കൊണ്ട് കാര്യമായില്ല, കുറെ പണം ഉണ്ടായതുകൊണ്ട് ആരെയായില്ല. ഉപ്പ ആരാണെന്നും ഉമ്മ ആരാണെന്നും മനസ്സിലാക്കണം. അത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. വലുപ്പത്തിൽ കുറെ ട്യൂഷൻ കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആ അതിൽ ബഹുമാനിക്കണം. അങ്ങനെ വരണം. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ ആ ഗുരുനാഥന്മാരെയും ഉസ്താദുമാരുടെയും ഗുരുത്വവും പൊരുത്തവും നമുക്ക് കിട്ടണം. അപ്പോഴാണ് ആ കുട്ടി കുട്ടിയായി തീരുന്നത്. പലപ്പോഴും നമ്മൾ അടുക്കലേക്ക് പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞു, ഉസ്താദെ എന്റെ കുട്ടി ബികോം ആണ്, എന്റെ കുട്ടി MBBS കഴിഞ്ഞിട്ട്, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞത് ഓൻ കേൾക്കുന്നില്ല, ഓൻ അനുസരണക്കേടാണ് എന്ന് പറയുമ്പോ അപ്പൊ പിടിച്ചിട്ട് പിന്നെ ഒരു തങ്ങളെടുത്ത് പോയിട്ടോ ഒരു മൂലയെടുത്ത് പോയിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഫസ്റ്റ് തന്നെ ആ കുട്ടിക്ക് തുടങ്ങേണ്ടത് അങ്ങനെയാണ്. കുട്ടി എത്ര ഭൗതികം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതോടുകൂടെ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ ധാർമ്മികത നഷ്ടപ്പെടാതെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതാണ് നമ്മൾ നോളേജ് സിറ്റിയിലൊക്കെ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നത്. നോളേജ് സിറ്റി നമുക്ക് വരാനിരിക്കുന്ന ക്യാമ്പസുകളും LLB പഠിക്കുമ്പോഴും അതുപോലെ തന്നെ യുനാനി മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ ധാർമ്മികമായ ഒരു ശിക്ഷണം എപ്പോഴും ഒരു ഭാഗത്തുണ്ടാവും. ഹാദിയ കോഴ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഹാദികൾ +1 SSLC കഴിഞ്ഞ മക്കൾ +1 ചേരുമ്പോൾ ആ മക്കളെ ഒരു നല്ലൊരു ക്യാമ്പസിൽ എത്തിപ്പെടുക, നല്ലൊരു ക്യാമ്പസിൽ എത്തിപ്പെടുക. എന്നാൽ ഒരു പരിധി വരെ നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ സാഹചര്യങ്ങൾ നന്നാക്കുക, ബാക്കി അള്ളാഹുവിനോട് ദ്വാരക്കുക. സാഹചര്യങ്ങൾ മോശമായാൽ പിന്നെ ദ്വാരന്നിട്ട് മാത്രം നന്നാവില്ല, രണ്ടുമാണ് നന്നാവുക. കൗലുമാണ് ഫീലുമാണ്. ഒരാള് പിന്നെ കോഴിക്കോട്ടേക്കുള്ള ബസ് കയറിയിട്ട് ഞാൻ മലപ്പുറത്തേക്ക് എത്തണേ എന്ന് ദ്വാരന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കാര്യമില്ല. രണ്ടും ഒന്നാണ്. കോഴിക്കോട്ടേക്കുള്ള ബസ് കയറിയിട്ട് പഠിച്ചവരെ എന്നെ കോഴിക്കോട്ടേക്ക് എത്തിക്കണം എന്ന് ദ്വാരക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അതാണ് ഏറ്റവും വലുത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ചെറിയ കുട്ടിയാകുമ്പോ കൂട്ടുകാരോടൊന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുന്നതിന്റെ ഇടയിൽ പന്ത് ഇങ്ങനെ ഉരുണ്ടുവന്നപ്പോ ഷാഫി ഇമാം ചെറിയ കുട്ടിയായപ്പോ എണീറ്റുള്ളൂ. പന്ത് കണ്ടപ്പോ എണീറ്റ് നമ്മൾ കൂട്ടുകാര് ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ ഷാഫി, നീ ഒരു പന്ത് കണ്ടപ്പോ നീ എണീറ്റ് നിൽക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് ഉണ്ടായത് കൊണ്ടല്ല ഞാൻ എണീറ്റ് നിൽക്കുന്നത്, ഞാൻ എന്റെ ഉസ്താദിനെ ബഹുമാനിക്കുന്നു. ഉസ്താദിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉസ്താദിന്റെ മോനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉസ്താദിന്റെ മോൻ കളിക്കുന്ന പന്തിനെയും ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് പന്തിനെ കണ്ടപ്പോൾ എണീറ്റുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ അച്ചടക്കവും ബഹുമാനവും പഠിപ്പിച്ചു കൊടുക്കുക. അത് ചെറിയ കുട്ടികളാവും, എത്ര ചെറുതാവുന്നോ ആ ചെറുപ്പത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അത്രയും നന്നാവും. വലുതാകണീനനുസരിച്ച് കൊണ്ട് ആ വിഷയത്തിനൊക്കെ കമ്മി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ സുന്ദരമായ രൂപത്തിൽ പിന്നെ എല്ലാ ആളുകളെയും, ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവനും വിളിച്ചിരുത്തി സന്തോഷത്തോടുകൂടി നമ്മളെ പ്രവർത്തകന്മാരെ മുഴുവനും വിളിച്ചു വരുത്തി നമ്മൾ നടത്തേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു വലിയ അസുഖം കാരണമായി നിയമപാലകന്മാർ, അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർ മുഴുവനും പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓൺലൈനിലൂടെ കുട്ടികൾക്ക് അലിഫ് എഴുതി കൊടുത്ത്, ചെറിയ കുട്ടിക്ക് അലിഫ് എഴുതി കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവാസികളാകുന്ന കൂട്ടുകാർ ഓൺലൈനിലൂടെ ധാരാളം ആളുകളുണ്ട്. അവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി അവസരം നൽകിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉമ്മ സുഖമില്ല അല്ലേ, ഉമ്മല്ലോടെ ഉമ്മാക്ക് നല്ല ആഫിയത്ത് ദീർഘായുസ്സിനി നൽകണം റഹ്മാനെ. ഉപ്പ മരണപ്പെട്ടു പോയി, അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകണം റഹ്മാനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ദുആ ഈ വാപ്പാക്കും ഉമ്മാക്കും ഇപ്പൊ കിട്ടിയത് ഈ മകൻ എന്തായതുകൊണ്ടാണ്, നന്നായതുകൊണ്ട് മകന് തോന്നി ഞാൻ എന്റെ പൊരിയിൽ വെച്ചിട്ട് എന്തായിക്കൂടി ചെയ്തോളി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ അതൊക്കെ കിട്ടിയത്. അത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ
എന്ത് ചെയ്യണം? ആ ഒരു ബോധത്തിൽ വളരണം. ഇതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എത്ര കോടിക്കണക്കിന് ഉറപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയി, സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം, ഗൾഫിൽ മരണപ്പെട്ട, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. പല സംഗതികളെ കൊണ്ടും വളരെ വിഷമം അവിടെ ഉണ്ട്. പക്ഷേ ആ മരിച്ചു കിടക്കുന്ന ഉപ്പയെ കൊണ്ടുവരാൻ 49 ലക്ഷം രൂപയോളം ചെലവ് വരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷേ ആ മക്കൾ സുബ്ഹാനല്ലാഹ് അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട്. നല്ലത് തന്നെയാണെങ്കിലും ധാരാളം മറ്റു കാര്യങ്ങളും വേറൊരു രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ അതൊന്നും പറയാൻ പറ്റിയ അവസരമോ ഇല്ലെങ്കിൽ ദഅവത്ത് ചെയ്യേണ്ട നേരമല്ലല്ലോ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ നല്ല ഒരാൾക്കും എന്നെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഞാൻ തടസ്സം നിൽക്കുകയില്ല. എപ്പോഴും ഞാൻ കമ്മിറ്റി കൂടുമ്പോഴും മീറ്റിംഗ് കൂടുമ്പോഴും പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് ആ വിഷയത്തിനോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക. നാളെ മറ്റന്നാൾ അത് വിജയിക്കുകയാണെങ്കിൽ എന്റെ ആ ഒരു മനസ്സിൽ വന്ന ഒരു ലക്ഷ്യം അത് നടക്കൂല എന്നായിരുന്നു. പക്ഷെ നടന്നല്ലോ. അപ്പൊ കൂടിക്കൊടുക്കും. നടക്കൂല എന്ന് പറഞ്ഞ് വാദിച്ചില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാലോ പിന്നെ നമ്മളത് ഖേദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഏത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ സഹകരിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തുള്ള സുന്ദരമായ കെട്ടിടം നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല റാഹത്തുള്ള ഒരു ചെറിയ ഒരു കെട്ടിടം നമ്മുടെ ഈ മക്കൾക്ക് അൽഹംദുലില്ലാഹ് മനോഹരമായ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാഹ് ഒരു പില്ലറിന് 25,000 രൂപയാണ് അതിന്റെ വില. ഒരു പില്ലറിന്. ആ ഒരു പില്ലർ ഇൻഷാ അല്ലാഹ് എന്റെ വക ഞാൻ നൽകുമെന്ന് അൽഹംദുലില്ലാഹ് ഒരാൾ കരുതിയാൽ, ഇല്ലെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും സ്വരൂപിച്ചിട്ട് ഒരു 25 ഉറുപ്പിക ഞാൻ തരുമെന്ന് പറഞ്ഞാൽ ആ ഒരു പില്ലർ അൽഹംദുലില്ലാഹ് അവിടെ ഉണ്ടായി. ഇവിടെ എത്ര കുട്ടികൾ അലിഫ് പഠിക്കുന്നോ, എത്ര കുട്ടി ബാഗ് പഠിക്കുന്നോ, എത്ര കുട്ടി സലാം പഠിക്കുന്നുവോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുവോ അതിന്റെ മുഴുവനും ഒരു ശതമാനം നമ്മളെ ഖബർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സ്റ്റാർട്ടിങ് എല്ലാ സംഗതിയും. അൽഹംദുലില്ലാഹ് നമ്മളെ ഉള്ളിൽ ആളുകൾ ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഒരു പില്ലർ ഇൻഷാ അല്ലാഹ് എന്നാണോ ആ കെട്ടിടം തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ് അന്ന് ഞാൻ ഒരു പില്ലർ 25,000 രൂപ ഞാൻ തരും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹുസാമുദ്ദീൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുതുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് നമ്മുടെ ജാറത്തുൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തീങ്ങൾ അല്ലേ, സാദാത്തീങ്ങളല്ലേ അല്ലേ, അല്ലാഹു അവരെയൊക്കെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹ് നീ ഖൈർ നൽകണം റഹ്മാനെ. അല്ലാഹ് നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലൊക്കെ അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അൽഹംദുലില്ലാഹ് ഒരു പില്ലർ ഞാൻ തരുമെന്ന് പറയാൻ പറ്റുന്നവർക്ക്, സന്തോഷമുള്ളവർക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഒരു പില്ലർ അൽഹംദുലില്ലാഹ് ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ ഇബ്ഹാജി പടച്ചവനെ ഞാൻ അദ്ദേഹത്തിന് നേരത്തെ ഒരു ചെറിയ അറിവേ എനിക്കുള്ളൂ. പടച്ചവനെ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ അൽഹംദുലില്ലാഹ് ബദരീങ്ങളെ മേൽ ഫാത്തിഹ ഓതി ചോദിക്കും. ആ സമയത്ത് അൽഹംദുലില്ലാഹ് തരുന്ന ആളുകളുണ്ട്. ഈ 140 മദ്രസക്കും പില്ലർ തന്നവരുണ്ട്, കമ്പി തന്നവരുണ്ട്, മണൽ നൽകിയവരുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ ഓൺലൈനിലൂടെയും അല്ലാതെയൊക്കെ തരുന്ന ആളുകളുണ്ട്. അല്ലാഹ് അവർക്കൊക്കെ ഖൈർ നൽക റബ്ബേ. ജാരിയായ സദഖയാക്കി നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹ് ഈ ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ ഒരു പില്ലർ ആരെങ്കിലും തരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാം. ഒരു 6 പില്ലർ വേണം. ബിസ്മില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുരക്ക് വേണ്ടി നമ്മൾ 50 ലക്ഷം 40 ലക്ഷം 30 ലക്ഷം ഉറുപ്പ്യൊക്കെ നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ മക്കൾക്ക് ഓഹരി ചെയ്യാനുള്ളതാണ്. നമ്മളെ മക്കൾക്ക് ഓഹരി ചെയ്യാനുള്ളതാണ്. നമ്മളെ മക്കൾക്ക് ഓഹരി ചെയ്യാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മള് തങ്ങളെ എങ്ങനെ ഞാൻ പറയുന്നില്ല. ഇന്നിപ്പം എടക്കര ഭാഗത്തുനിന്ന് ഇന്നൊരു ടീം വന്നിട്ട് ഞാൻ പറയുന്നത് ഒക്കെ നടക്കും. ലോക്ക്ഡൌണോ ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഞമ്മക്കിപ്പോ ഈ 5 കൊല്ലത്തിന്റെ മുമ്പിൽ നിപ്പോ വൈറസ് വന്നു, നോട്ട് നിരോധനം വന്നു, പൗരത്വം വന്നു, 2 പ്രളയം വന്നു.
ഇപ്പോ കൊറോണയില്ല. എന്നാലോ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കണില്ലേ? കൊടുക്കുന്നവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു അവർക്ക് വേറെയും വഴി കൊടുക്കും. നാളത്തെ കാര്യം നമ്മൾ അറിയാം, റബ്ബിന്റെ അടുത്തുള്ള കാര്യം. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട അറബികളല്ല. ഒരു അറബി അദ്ദേഹത്തിന്റെ ജിദ്ദയിൽ ഒരു വലിയ പെയിന്റ് കമ്പനി കത്തി മില്യൺ റിയാൽ അദ്ദേഹത്തിന് നഷ്ടമുണ്ട്. അപ്പോ ഇയാൾ ഇന്നും ഒരു ബൂഫിയിൽ വന്നിട്ട് റിയാൽ സാൻഡ്വിച്ച് വാങ്ങാൻ വേണ്ടി ഇയാൾ ഇറങ്ങും. അപ്പൊ ഈ മലയാളികളാകുന്ന ആളുകൾക്ക് ഇയാൾ ഭയങ്കര മുതലാളിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ കത്തിയപ്പോ ചോദിച്ചേ പിന്നെ എത്ര റിയാല് നഷ്ടം ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോ ഇയാളത് പറഞ്ഞത് അലല്ലാ. ഞമ്മളാണെങ്കിൽ എന്താ പറയാ, ഞമ്മക്കൊരു 10,000 വർത്താനം അവിടെ പറയണം, എന്റെ ഭർത്താവ് പറയണ്ട എന്ന്. പിന്നെ ആര് മദ്രസ പറഞ്ഞാലും ആര് പള്ളി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു പിന്നെ 2 മില്യൺ വേറെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും എപ്പോഴും പറയാൻ തന്നെയാ, അന്നാ പെയിന്റ് കമ്പനി നഷ്ടപ്പെട്ടു പോയി, അവിടെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു മേറ്ററാക്കി മാറ്റും. അത്രേ ഉള്ളൂ. അതാണ് അങ്ങനെ ചെയ്യുക. അപ്പൊ തൗഫീഖുള്ള ആളുകൾക്ക് പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുജീബ് സാഹിബ് ഇവിടെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും പടച്ചവനെ നീ തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ഉപ്പ അതുപോലെയായിരുന്നു. പടച്ചവനെ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ എത്രയായി? 18 വർഷമായി. അള്ളാഹു ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ആ ഉപ്പ വളർത്തിയ മോനാണ്. മറ്റു മക്കൾ അള്ളാഹു എല്ലാവരെയും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. 5 മിനിറ്റ് നേരമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു സ്വർഗം വരെ ഞങ്ങളുടെ ഈ ബന്ധങ്ങളൊക്കെ നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹ് രണ്ടാമത്തെ പില്ലർ മുജീബ് സാഹിബിന്റെ ഹജ്ജ് ചെയ്തില്ലേ? അള്ളാഹു തആല ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ പില്ലർ. മൂന്നാമത്തെ പില്ലർ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു പില്ലർ ആരാ? നമ്മളെ സഖാഫിന്റെ വക. അൽഹംദുലില്ലാഹ് വീട് പണി കഴിഞ്ഞല്ലേ? ഇല്ല, വീടുണ്ട് അൽഹംദുലില്ലാഹ്. നേരത്തെ വീട് അള്ളാഹു കൊടുത്ത്. അങ്ങനെ ഉണ്ടല്ലോ, ചെറിയ മകനായ അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനെ നാട്ടുമാമൂലാണെങ്കിലും അതൊക്കെ ചിലപ്പോൾ ഖൈറായിട്ട് വരും. അൽഹംദുലില്ലാഹ്. അപ്പൊ അതൊക്കെ വലിയ ഖൈറാണ്. ഇൻഷാ അല്ലാഹ് എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് ഒരു പില്ലർ. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹ് നീ ഖൈർ നൽകണം റഹ്മാനെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഹാജാ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസം നീ തരല്ല റഹ്മാനെ. ഒരു പ്രയാസവും നീ തരല്ല റഹ്മാനെ. അറിയാത്ത വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് 3 പില്ലറായി. 4ാമത്തെ പില്ലറായ ഒരു 3 പില്ലറും കൂടി ഇൻഷാ അല്ലാഹ് റെഡിയാവണം. അതാവും ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് അൽഹംദുലില്ലാഹ്. 4ാമത്തെ പില്ലർ ആരാ തരാൻ പറ്റൂല? ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാമത്തെ പില്ലർ. ഇനി ഒരു പില്ലർ കഴിയൂലെങ്കിൽ പകുതി എന്നാ മതി, ഇടങ്ങാറൊന്നും ആകണ്ട. ഒരു 12,500 പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് 2 ആള് കൂടുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു പില്ലർ ഉണ്ടാവും. 12,500 രൂപ ഇൻഷാ അല്ലാഹ്. ആരാ? 12,500 ഒരു പില്ലറാ? അൽഹംദുലില്ലാഹ് കുഞ്ഞാജി ഇൻഷാ അല്ലാഹ് ഒരു പില്ലറല്ലേ? 1 തന്നെ. 2 ഞാൻ കരുതി പൊടക്കട്ടെ. അൽഹംദുലില്ലാഹ് 2. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്ന ആളാണ്. അള്ളാഹു പടച്ചവനെ കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് അവർക്കും ഞങ്ങൾക്കും 2 ആൾ പടച്ചവനെ കൊടുക്കുന്നതിനനുസരിച്ച് കൊണ്ട് പടച്ചവനെ അഭിവൃദ്ധിയും ഐശ്വര്യവും അവർക്കും മക്കൾക്കും പേരമക്കൾക്കും നീ നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ ഖളാആണ് ഈ നടക്കുന്നത്. എന്നോട് ഒരിക്കലും 1 രൂപ പോലും ഇതിലൂടെ ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അജണ്ടയും ഇവിടെ ഇല്ല. പക്ഷേ എനിക്ക് അൽഹംദുലില്ലാഹ് ഞാൻ തോന്നി ഇത് ചോദിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ് ഇന്നലെ മിനിഞ്ഞാന്ന് ഓൺലൈനിലൂടെ ഒരു മജ്ലിസ് ഉരുവമ്പയിലെ ചെറിയ പുസ്തക നാടിന്റെ അടുത്ത് നടന്നപ്പോ സുബ്ഹാനല്ലാഹ് ധാരാളം ആളുകൾ 5 ലക്ഷം രൂപയോളം ഓൺലൈനിലൂടെ ആളുകളൊക്കെ തന്ന് കുട്ടികളെ തക്കാഫുലെടുത്ത്. അത് കഴിഞ്ഞപ്പോ ഒരാൾ അൽഹംദുലില്ലാഹ് ഒരാള് 10 സെന്റ് സ്ഥലം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കമ്മിറ്റിയിൽപ്പെട്ട ആളിനോട് പറഞ്ഞു, ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ട് 9 കൊല്ലമായി. ഞങ്ങൾ വാങ്ങിയ 10 സെന്റ് അല്ലാതെ 1 സെന്റ് ഭൂമിയും ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ഓൺലൈനിലായപ്പോൾ അൽഹംദുലില്ലാഹ് 10 സെന്റ് സ്ഥലം നൽകി. അല്ലാഹുവേ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അദ്ദേഹം നോളേജ് സിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് തന്നത്. അള്ളാഹ് പടച്ചവനെ നോളേജ് സിറ്റിയിൽ വലിയ സംരംഭം തുടങ്ങുന്നുണ്ട്. അതിനെ വിജയിപ്പിക്കണം റഹ്മാനെ. 2.5 ഏക്കർ
സ്ഥലത്താണ് തുടങ്ങുന്നത്. അൽഹംദുലില്ലാ, അദ്ദേഹം ഒരു കുട്ടിയെ 20,000 തക്കാഫുൽ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരിൽ 20,000 റുപ്യ തന്ന തക്കാഫുൽ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ തരുന്ന ആളുകൾ തന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു ഖൈർ നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട കുഞ്ഞാബ ഹാജി അദ്ദേഹത്തിലും മക്കളിലും ഖൈർ നൽകി അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ, 5 വില്ലർ ആയി, 4 വില്ലറായി അല്ലേ? 5 3 4 5 ഇപ്പോ അല്ലേ? 5 ഉണ്ടോ? കഴിയൂലേ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നല്ല ആഫിയത്ത് ദീർഘായുസ് നൽകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ മക്കളും കൂടി ഇന്ന് ഞാനൊരു വരി കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അയാൾക്ക് മക്കളില്ല. നല്ലൊരു ഇല്ലം വീടുണ്ട്, കോട്ടയ്ക്ക് തന്നെ വീടുണ്ട്, നല്ല ലക്ഷങ്ങൾ വരെ വിടുന്ന മക്കളില്ലാത്തവർ നോക്കാൻ ആരുമില്ല. അപ്പം ചെറിയൊരു അസ്വസ്ഥത വന്നപ്പോ വേറെ ആളുകൾ ഇങ്ങനെ, പേരൊന്നും ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പറയാത്തോണ്ടാണ്, പിന്നെ വേറെ ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരാളിങ്ങനെ നോക്കാൻ വന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു കയറി, എന്തേ ഇപ്പൊ ജിദ്ദ് വരി ഇഞ്ഞ നോക്കാനും ഇതിനൊന്നും വന്നിട്ടില്ലേനോ, എന്തേ വന്നു വെച്ചപ്പോ നിങ്ങളെ പെണ്ണുങ്ങളെ കാണൽ എനിക്ക് എന്തല്ല അനുവദനീയല്ലല്ലോ, അതുകൊണ്ടാണ് എന്തേത് വരാഞ്ഞതേന്ന്. ഞാൻ പറഞ്ഞേ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ അസുഖമൊക്കെ വന്നപ്പോ മുതല് ഓഹരി വെക്കാല, അതന്നെയാണ് ഞങ്ങളെ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്. ഞങ്ങൾ കരുതിയ അർത്ഥം നേരത്തെ പറഞ്ഞതാണെന്ന് മൂപ്പരോട് ഞാൻ അങ്ങോട്ടും പറഞ്ഞു. അപ്പോ എന്ത് മുതല് കിട്ടും എന്ന് കണ്ടപ്പം പിന്നെന്തായി, നോക്കാൻ ആള് ഉണ്ടായി. മുതല് കിട്ടാത്തൊരവസ്ഥയാണല്ലോ ശബാബ് കാലാവുമ്പോ, അപ്പൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ഇതമ്മ അത് എല്ലാരെ കഥയാണ്. നമ്മളെ ഹയാത്ത് കാലത്ത് നമ്മൾ ചെയ്തോ അൽഹംദുലില്ലാ, അത് ഞമ്മക്കുണ്ടാവും. അള്ളാഹു നമുക്ക് ഒരു പരാജയം നൽകാതിരിക്കട്ടെ. 5 പില്ലർ അൽഹംദുലില്ലാ, ഒരു പില്ലറും കൂടി ആയ അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് മാത്രമേ കുറ്റിയടിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അതിന് സബബായ ഈ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലും വീട്ടുകാർക്കും മക്കൾക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഒരു പില്ലറും കൂടി വേണം ആരെങ്കിലും. അൽഹംദുലില്ലാ, ഒരു 1/2 പില്ലർ വരാൻ പറ്റിയ ആളുകളുണ്ട് അവിടെ. 12 അല്ല ഒന്നും അതിഞ്ഞാ മതി. അത് നമ്മള് മാമൂലിക വക ഇൻഷാ അല്ലാഹ് ഒരു പില്ലർ ഇപ്പൊ ഒരു പില്ലറായി. ഞാൻ വരുമ്പോ ഒരു പില്ലർ ഉണ്ടാ അങ്ങനെ ഉണ്ട് അല്ലേ? അല്ലേ വേണ്ട 12,500 രണ്ടാള് വരട്ടെ. ഉസ്താദ് 12,500, ഞാനാ ഒരാൾ കൂടി 12,500 പറഞ്ഞ അൽഹംദുലില്ലാ, അത് പൂർത്തിയാക്കുന്ന ആള് എന്ത് മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്ന ബദരീങ്ങളെ വർക്കത്ത് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഖാഫി മൂപ്പരെ പഠിച്ചോനെ കഴിയൂലേ? അൽഹംദുലില്ലാ, അവിടെ ഞാൻ വാങ്ങിക്കണ് സിമന്റൊക്കെ. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഈ ബന്ധം സ്വർഗം വരെ എത്തിച്ച് ഉപ്പാപ്പ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാണാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. ഈ സംരംഭം പെട്ടെന്ന് തുടങ്ങി അൽഹംദുലില്ലാ, നമ്മളെ കുട്ടികളെന്നും വാടക കെട്ടിടത്തിൽ പറ്റൂല. നമ്മളൊരു പൊര താൽക്കാലികമായി വാടകയ്ക്ക് പോയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ വരിക്ക് പോരണമെന്നാണല്ലോ നമ്മളെ ആഗ്രഹം. എന്നതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന നമ്മളെ മക്കളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം അൽഹംദുലില്ലാ നമ്മളെ കെട്ടിടത്തേക്ക് മാറ്റണം. അള്ളാഹു അതിനുള്ള വഴി നമുക്ക് എളുപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ നമുക്കത് കുറ്റിയടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉള്ള സ്ഥലത്ത് അൽഹംദുലില്ലാ, ഒരു സ്ഥലം ഉണ്ടല്ലോ ചെറുത്, അത് മതി, പിന്നെ ഉണ്ടായിക്കോളും. അൽഹംദുലില്ലാ, നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് അവിടെ കുറ്റിയടിച്ച് നമുക്കത് തുടങ്ങണം. നമ്മളെ മക്കൾ നല്ല റാഹത്തായി AC വെച്ച് നല്ല നല്ല റാഹത്തോടെ സന്തോഷത്തോടെ കുട്ടികൾ പഠിക്കണം. അല്ലാഹു തആല എല്ലാം ഖൈർ നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, നേരത്തെ ഞാൻ AC-യുടെ വിഷയമൊക്കെ പറഞ്ഞപ്പോ ആളുകൾ പറയാം, അന്ന് തങ്ങൾക്ക് പിരാന്താണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് അതാണ്, നിങ്ങൾ AC എന്നത്. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ മദ്രസയായി, ഓൺലൈൻ സ്കൂളായി, ഓൺലൈൻ കോളേജായി. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ എല്ലാ മദ്രസയിലും എന്താ വേണ്ടി വന്നു? ഓൺലൈൻ സംവിധാനം, ഖുർആൻ തിയേറ്ററുകളും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ വെക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ ഇല്ലാത്ത മൂല്യന്മാർക്ക് പണി ഉണ്ടാവില്ല എന്നാ പറയുന്നത്.
അവൻ തിരിയാത്തോലെ. കാരണം മൊബൈലൊക്കെ കുത്തനെ കുടിച്ചാൽ അപ്പൊ ഉസ്താദും തിരിഞ്ഞിട്ടാ നിൽക്കണമെന്നില്ല, ഈ മൂലയ്ക്ക് തിരിയണില്ല. അങ്ങനെ പറ്റിയല്ലേ പറയണേ. അങ്ങനെ ചില തീരെ ഇതിനെ പറ്റി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ സാധുക്കളേക്കാരും ഇതൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ അതിൽ പെട്ടത് തന്നെയാണ് കൂട്ടിക്കോളി. നമുക്കൊന്നും ഇപ്പൊ അതിനെപ്പറ്റി ഇൽമില്ല കൂട്ടിക്കോളി. അതുകൊണ്ട് വേറെ ആരും കുറ്റം പറയണത് എന്നെ തന്നെ ആ കൂട്ടാം, വിഷയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മളെ ഈ സംരംഭം നമ്മളിവിടെ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ് ധാരാളം കുട്ടികൾ നമ്മളെ സ്ഥാപനത്തിലേക്ക് വരാണ്ട്. അതുകൊണ്ട് എല്ലാവരും പറ്റാവുന്നവരൊക്കെ നമ്മുടെ ഇൻഷാ അള്ളാ കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിൽ ചേർത്തി ഇൻഷാ. അതിന്റെ പേരെന്താ? പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. റൈഹാൻ കിഡ്സ് ഗാർഡൻ എന്ന് പേര് അങ്ങനെ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ സംഗതി ഞാൻ പറഞ്ഞതിന്റെ അവിടേക്കാണ് സംഗതി എത്താ. പേരിപ്പോ ഇങ്ങനെ നോക്കണ്ടേ. അതൊക്കെ അങ്ങനെ തന്നെ. ബിസ്മില്ലാ, അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടായത്. വേറെ ഫുള്ളായിട്ട് നമ്മളെ കൊണ്ട് ഗജനമായിരിക്കും നമ്മൾ ചെയ്യാം. അത് എന്തായാലും അരിപ്പൊടിപ്പിച്ചൂലേ. ഞാൻ ഈ പറഞ്ഞ സംഗതി പേരുകൾ എന്ത് വിളിച്ചാലും വേണ്ടി. എന്ത് പേര് എന്ത് വിളിച്ചാൽ ഞാൻ പറഞ്ഞ സംഗതി പ്രസംഗി സംഗതി അല്ല അതിനുള്ള ഉണ്ടാകാം. അതാണ് ആകെ തുക. അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ അൽഹംദുലില്ലാഹ് ആ റാഹത്തിൽ നമുക്കത് പൂർത്തീകരിക്കണം ഇൻഷാ അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. رب تمم بالخير والسعادة. اللهم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا. ربي تمم بالخير والسعادة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله الحمد لله الحمد لله رب العالمين. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹ്, എന്റെ പാവപ്പെട്ട കൂട്ടുകാർ പടച്ചവനെ ഈ വറുതിയുടെ സമയത്ത് പടച്ചവനെ 25,000 ഏറ്റെടുത്ത പടച്ചവനെ കൂട്ടുകാർ നീ അവർക്കൊക്കെ നീ ഖൈർ നൽകണം റഹ്മാനേ. അല്ലാഹ്, നീ ഐശ്വര്യം നീ നൽകണം റഹ്മാനേ. ഒരു വിഷമത്തിലും പ്രയാസത്തിലും നീ പെടുത്തല്ല റഹ്മാനേ. ഖൈറിന്റെ അബുവാബുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനേ. അല്ലാഹ്, ഈ വീട്ടിലും ഇവിടെ താമസിക്കുന്നവർ, ഞങ്ങളെ വീടുകളിൽ താമസിക്കുന്നവർ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനേ. പഠിക്കാത്ത മക്കൾക്കും ഖൈർ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നല്ല ബുദ്ധിയും യുക്തിയും തന്റേടമുള്ള നല്ല മക്കളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, ജാറത്തുകളിൽ മറവട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഈ വിഷയത്തിൽ വലിയ ഖൈർ നൽകണം റഹ്മാനേ. ബഹുമാനപ്പെട്ട അലിയുൽ ഖുതുബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളെ ഈ സംരംഭത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അല്ലാഹ് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സിമന്റ് വേണം, വാർക്കണം. അതൊക്കെ അൽഹംദുലില്ലാഹ് ഉള്ള എല്ലാ ആളുകളൊക്കെ തരണം. മൂലയർ കൊണ്ട് വാർപ്പാണ്ട് ഏൽപ്പിച്ചണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ നടക്കും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സന്തോഷകരമായി ബാക്കി കാര്യങ്ങൾ നടക്കണം. അപ്പൊ നമുക്ക് തുടങ്ങണമെങ്കിലും വേണം, കുറച്ചൊക്കെ പൈസകളൊക്കെ വേണം. അപ്പൊ എല്ലാവരും സഹകരിച്ച് വിഷയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. വേഗം അയിമ കുറെ പെയിന്റ് അടിച്ച് കായലിനേക്കാളും നല്ലത് നമ്മൾ വേഗം ചെയ്യാം, നമ്മളെ പണിയൊക്കെ ചെയ്യാം. നോക്കാം ഇപ്പൊ എല്ലാവർക്കും തീരുവല്ലോ. നമ്മൾ തൽക്കാല സ്ഥലത്താണ്, അവിടെ ചെന്നാണ്ട് നമ്മള് കുറെ വേഗം ഇൻഷാ അല്ലാഹ് പണി അത് നടക്കും. ബദരീങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ നടക്കും. 12,500 അല്ലേ നിങ്ങൾ സക്കാബിയാ? സക്കാബി 12,500 അല്ലേ?
അങ്ങളോ 12 കൂടെ ഇട്ടല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ് 6 പില്ലറായി. അപ്പൊ റാഹത്തായി അൽഹംദുലില്ലാഹ്. നമ്മൾ അലിഫ് തുടങ്ങി എഴുതിയിട്ട് നമ്മൾ കുഞ്ഞപ്പോ വാ ടീച്ചേ അലിഫ് ഐവ ബാ എ ബി സി സാറായി അവിടെ കുത്തന പല്ലിനോടെ മഴ മഴ കൊടുക്കേ. ബിസ്മില്ലാ മഞ്ഞോ യോ നമ്മളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ബാ താ എ ബി സി. അയ്യോ നല്ല കുട്ടി. ഞാൻ തന്നെ എന്റെ വല്ലുവിനോടെ ബാ കുഞ്ഞാപ്പോ. ഇപ്പൊ നമ്മളെ ആളെ സ്വന്തം ആളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീസ് അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ബാ താ എ ബി സി. ഈ ചുമരുമൊക്കെ എഴുതിക്കൊണ്ടിട്ടോ പിള്ളേർ. ഇവിടെ നല്ല കുട്ടിയാ. ഇവിടെ ഉപ്പിട്ട് അങ്ങനെ തന്നെയല്ലേ ഇങ്ങനത്തെ തന്നെ ലാസ്റ്റ് കുടിച്ചാൽ ഈ ബലൂണ് ഇപ്പൊ ചിന്തക്കോ ഇതുപോലെ കൊടുക്കണം കേട്ടോ. താത്താ തിന്നാ കുടിച്ചാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ബാ താ എ ബി സി. കേട്ടോ. ബിസ്മില്ലാ നീച്ചാണി തേമാണ് നിങ്ങൾക്ക് തേനെ ആർക്കാ തേൻ വേണ്ടി എന്നാ വരി ആയിക്കോട്ടെ. മധുരണ്ടോ? മധുരണ്ടോ? കയ്പ എന്റെ കയ്പ മധുരല്ലോ. മധുരണ്ടോ? അലിഫ് മധുരണ്ടോ? ആയോ അതെ ഇതാ കയ്യട്ടെ ഈ കൈ. അലിഫ് അപ്പോൾ സാറേ ബിസ്മില്ലാ. ആകെ മധുരണ്ടോ? മധുരണ്ടോ? ഉണ്ടോ? കിട്ടിയോ? കിട്ടി. ഇതിലൊക്കെ അലിഫ്